ഒരുപാട് തവണ തോറ്റവന്റെ വിജയം ഒരിക്കലും ചെറുതാവില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, എന്നാൽ അതൊരു സത്യമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോ തോറ്റ് നമ്മൾ എന്ത് ചെയ്തു? ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എങ്ങനെ പഠിക്കണമെന്ന് പഠിച്ചു, എങ്ങനെ മുന്നോട്ട് പൊരുതണമെന്ന് പഠിച്ചു. അപ്പൊ ഇനിയുള്ള ഓരോ അവസരങ്ങളും നല്ല രീതിയിൽ തന്നെ പ്രയോഗിക്കുക, നല്ലതുപോലെ തന്നെ പഠിക്കാനായിട്ട് കഴിയട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അല്ലെങ്കിൽ BNSSന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ BNSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സെക്ഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താണ് സെക്ഷൻ 2A അല്ലെ? ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസിനെ കുറിച്ച് പറയുന്നതാണ് 2A എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ 2C എന്ന് പറഞ്ഞാൽ എന്താണ്? ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസിനെ കുറിച്ചാണെന്ന് ഞാൻ പറഞ്ഞു. G എന്ന് പറഞ്ഞാൽ എന്താണ്? കോഗ്നിസിബിൾ ഒഫൻസുകളെ കുറിച്ച് പറയുന്നത് G ആണ്. H എന്ന് പറഞ്ഞാൽ പരാതി, കംപ്ലൈന്റ്. അതിനുശേഷം നമ്മൾ K പറഞ്ഞു നിർത്തി. എന്താണ്? ഇൻക്വയറി എന്ന് പറഞ്ഞാൽ K ആണ് അല്ലെ? അത്രയും കാര്യങ്ങളാണ് ഞാനിത് കഴിഞ്ഞ ക്ലാസ് വരെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? L എന്ന് പറഞ്ഞാൽ എന്താണ്? 2O 2XYZ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ക്ലാസ്സിൽ ഇപ്പോ നമ്മൾ എന്ത് ചെയ്യും? പഠിച്ച് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. അതിന് മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറഞ്ഞ ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള PSC റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്കും വീഡിയോസിനും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബാക്കി ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കമന്റ്സ് തന്നെയാണ് എന്നെ കൊണ്ട് വീണ്ടും ക്ലാസ്സുകൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കിടക്കാം. ക്ലാസ് 3. ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് BNSSലെ സെക്ഷൻ 2L എന്ന് പറഞ്ഞു. എന്താണ് BNSSന്റെ സെക്ഷൻ 2L? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ അന്വേഷണം. എന്താണ് BNSSലെ സെക്ഷൻ 2L പ്രതിപാദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? അത് ഇൻവെസ്റ്റിഗേഷൻ ആണ് അല്ലെങ്കിൽ അന്വേഷണമാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാമോ എന്താണ് അന്വേഷണം? നമ്മൾ സ്ഥിരമായിട്ട് മലയാള സിനിമകൾ കാണുന്നതാണ്. മലയാള സിനിമകൾ കണ്ട് അതിനകത്ത് കൃത്യമായി കേൾക്കുന്ന ഒരു ഭാഗമാണ് എന്ത്? അന്വേഷണം. അന്വേഷിക്കാം എന്നൊക്കെ അല്ലേ? ഒരു പരാതി എന്ന് നമ്മൾ എന്ത് ചെയ്യും? പോലീസ് സ്റ്റേഷനിൽ പറയാൻ നേരത്തെ അവർ ആദ്യം പറയുന്നത് എന്ത് തന്നെയാണ്? അന്വേഷിക്കാം. ഞാനിപ്പോ പറഞ്ഞ എന്താണ്? ഒരു പരാതി നമ്മൾ ആദ്യം ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പറയുമ്പോ അവര് ആദ്യം പറയുന്ന കാര്യം എന്താണ്? അന്വേഷിക്കാം. ദാറ്റ് മീൻസ് ദേ വിൽ ഇൻവെസ്റ്റിഗേറ്റ് അല്ലെ? അവര് അന്വേഷിക്കാം. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്. എന്താണ് സംഭവം? ഒരു കേസിന്റെ ആദ്യ ഘട്ടമാണ് എന്ത്? അന്വേഷണം. ശ്രദ്ധിക്കുക, ഒരു കേസ് ഉണ്ടായാൽ, ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ അതിന്റെ ഫസ്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? അന്വേഷണമാണ്, ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഓക്കെ അല്ലേ? എന്താ പറഞ്ഞത്? ഒരു കേസിന്റെ ആദ്യ ഘട്ടത്തിനെ പറയുന്ന പേര്, ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് അന്വേഷണമാണ്. അന്വേഷണത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? പ്രതിയെ കണ്ടുപിടിക്കുന്നത് അല്ലേ? അല്ലാതെ ഏതെങ്കിലും കേസിൽ ആദ്യമേ പ്രതിയെ കണ്ടുപിടിച്ചിട്ട് അന്വേഷിക്കുവോ? പ്രതിയെ എനിക്കറിയാം, ഇതാണ് പ്രതി എന്ന് ഞാൻ എന്ത് ചെയ്യും? മാറ്റി ഇങ്ങനെ വച്ചിട്ട് പിന്നെ ചുമ്മാ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി അന്വേഷിക്കും. അങ്ങനെ അന്വേഷണം നടക്കുവോ? ഇല്ല. ആദ്യം ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ അവിടെ ആദ്യം നടക്കുന്ന ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അന്വേഷണം അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന BNSSലെ സെക്ഷൻ ആണ് എന്ത്? 2L. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇൻവെസ്റ്റിഗേഷൻ എന്നല്ലേ? ഇൻവെസ്റ്റിഗേഷൻ. അപ്പൊ ഈ പറയുന്ന IA നമുക്ക് വേണമെങ്കിൽ എല്ലുമായിട്ട് ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്ത് വെച്ചേക്ക് കേട്ടോ. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം I എഴുതുന്നത് എങ്ങനെയാണ്? ഈ എല്ലിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പുറത്തെ സൈഡിൽ 2-3 വരയും കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അതെന്തായിട്ട് മാറി? I ആയിട്ട് മാറിയില്ലേ? അല്ലെ? ഈ എല്ലിനെ തന്നെ ഇപ്പുറത്ത് 2 വരയും കൂടി മാറുമ്പോൾ അതെന്തായിട്ട് മാറി? I ആയിട്ട് മാറി. ഈ I വെച്ചല്ലേ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് എഴുതുന്നത്. സോ അങ്ങനെ ഓർത്തിരിക്കാം. നമുക്ക് പഠിക്കാൻ വേണ്ടി, ഓർത്തിരിക്കാൻ വേണ്ടി എന്ത് പൊട്ട കോഡുകൾ വേണമെങ്കിലും നമുക്ക് പഠിക്കാന്നുള്ളതാണ് അല്ലെ? അപ്പോ 2L ആണ് ഇൻവെസ്റ്റിഗേഷൻ. എന്താണ്? 2L ആണ് ഇൻവെസ്റ്റിഗേഷൻ. അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. വകുപ്പുകൾ ഈ പറയുന്ന സെക്ഷൻസും ആൽഫബറ്റ്സ് ഒന്നും മാറിപ്പോകരുത്. അപ്പൊ നോക്കാം നമുക്ക് എന്താണ് അന്വേഷണം. അന്വേഷണത്തിന് കറക്റ്റ് ഒരു ഡെഫിനിഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന BNSSനകത്ത് പറയുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. കേസിനായിട്ടുള്ള തെളിവ് ശേഖരിക്കൽ. എന്താണ് അന്വേഷണം എന്ന് പറയുന്നതിന്? എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കേസിനായിട്ടുള്ള തെളിവ് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ അന്വേഷിക്കുന്നത്. അപ്പോ കേസിനായിട്ടുള്ള തെളിവ് ശേഖരണത്തിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥനോ, ശ്രദ്ധിക്കുക, ഈ പറയുന്ന അന്വേഷണം ആരൊക്കെ നടത്താമെന്നുള്ള കാര്യമാണ് പറയുന്നത്.
കേസിനായിട്ടുള്ള തെളിവ് ശേഖരിക്കലിന് വേണ്ടിയിട്ട് പോലീസോ അല്ല എങ്കിൽ ഇതിലേക്ക് ഒരു മജിസ്ട്രേറ്റ് അധികാരപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയോ, അത് പോലീസ് ആവാം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയാവാം. അപ്പോ ഈ പറയുന്നത് മജിസ്ട്രേറ്റ് അല്ലാത്ത ഏതൊരു വ്യക്തിയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ പോലീസോ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് മജിസ്ട്രേറ്റ് അധികാരപ്പെടുത്തുന്ന ഏതൊരു വ്യക്തിയോ BNSS എന്ന് പറയുന്ന ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ ഈ പറയുന്ന വ്യവസ്ഥകളെല്ലാം പാലിച്ചുകൊണ്ട് നടത്തുന്ന നടപടിക്രമങ്ങളെ പറയുന്ന പേരാണ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ അന്വേഷണം. ഓക്കെ അല്ലേടാ? നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ സിമ്പിൾ അല്ലേ? എന്താണ് ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ? ഒരു കേസിന്റെ പ്രാഥമിക ഘട്ടം അല്ലെങ്കിൽ പ്രാരംഭ ഘട്ടത്തെ പറയുന്ന പേരാണ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ അന്വേഷണം എന്ന് പറഞ്ഞാല്. അന്വേഷണം എന്ന് പറയുമ്പോൾ അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞു. ഒരു കേസിന് വേണ്ടിയിട്ടുള്ള തെളിവ് ശേഖരിക്കുന്നതിനായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ല എങ്കിൽ ഇതിനു വേണ്ടിയിട്ട് മജിസ്ട്രേറ്റ് ചുമതലപ്പെടുത്തിയ ഏതെങ്കിലും ഒരു വ്യക്തിയോ BNSS എന്ന് പറയുന്ന നിയമപ്രകാരം നടത്തുന്ന എല്ലാ നടപടിക്രമങ്ങളെയും നമുക്ക് എന്തെന്ന് പറയാം? ഈ പറയുന്ന അന്വേഷണം അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് നമുക്ക് കണക്കാക്കാനായിട്ട് കഴിയും. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? ഏത് പാതിരാക്കി വിളിച്ചു ചോദിച്ചാലും ഇനി പറയത്തില്ലേ? ഓക്കെ, സെറ്റ് ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകാമല്ലോ. അതിനു മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിലെ നിലവിൽ ഇപ്പോ ഈ പറയുന്ന പോലീസിനും അതുപോലെ തന്നെ എക്സൈസിന്റെയും ഫയർഫോഴ്സിന്റെയും ഇനി വരാൻ പോകുന്ന ബീറ്റ് ഫോറസ്റ്റിന്റെ ഓഫീസറിന്റെയും വേണ്ടിയിട്ടുള്ള കമ്പൈൻഡ് ബാച്ച് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫോഴ്സ് 2025 എന്നാണ് ഈ ബാച്ചിന്റെ പേര്. നിങ്ങൾക്ക് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പർ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, 9961616972. ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടുക. ഫോഴ്സ് 2025 എന്നൊരു മെസ്സേജ് ഇടുകയോ, ഇതിലേക്ക് കോൾ ചെയ്യരുത്. കോൾ എനേബിൾഡ് നമ്പർ അല്ല, വാട്സപ്പ് നമ്പറാണ്, കോൾ ചെയ്യരുത്. അപ്പോൾ ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നിൽ നിങ്ങൾ 999 രൂപ പേയ്മെന്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു മെസ്സേജ് അയച്ചാൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അഥവാ നിങ്ങൾക്ക് ഈ പറയുന്ന ഇത് വേണ്ട ഇനിയിപ്പോ ഏതെങ്കിലും 1-2 മതി. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോ CPO WCPO ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 600 ആണ് അതിന്റെ പേയ്മെന്റ് വരുന്നത്. അതുപോലെ തന്നെ എക്സൈസിന്റെ ബാച്ചും ഫയർമാന്റെ ബാച്ചും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വരാൻ പോകുന്ന ബീറ്റ് ഫോറസ്റ്റിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഫയർഫോഴ്സിന്റെയും ഡ്രൈവർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന ഫോഴ്സുമായി ബന്ധപ്പെടുത്തിയിട്ട് ഏത് ബാച്ച് ആണെങ്കിലും ഏത് സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ് ആണെങ്കിലും നേരെ പോകുന്നോളൂ നോളജ് ഫാക്ടറിയിലേക്ക്. വി ആർ ഹിയർ ടു സെർവ് യു അല്ലെ? അപ്പൊ എന്തായാലും നമുക്കിനി ബാക്കി ടോപ്പിക്കിലേക്ക് കിടക്കാം. നമുക്കിനി പഠിക്കാനുള്ള രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ് നോൺ കോഗ്നിസിബിൾ ഒഫൻസ്. മക്കളെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോൺ കോഗ്നിസിബിൾ ഒഫൻസ് നമ്മൾ എങ്ങനെ എഴുതുന്നു? എന്ന് കഴിഞ്ഞ അടുത്ത ലെറ്റർ ഏതാണ്? NO ആണ് അല്ലെ? ഈ O ആണ് നമുക്ക് അവിടെ വേണ്ടത് കേട്ടോ. അപ്പൊ നോൺ കോഗ്നിസിബിൾ ഒഫൻസ് എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? NON എന്നാണ് അല്ലെ? അപ്പോ ഈ O നമ്മൾ ഇവിടെ കൂടുതൽ എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻസ് കൊടുക്കുക. Oക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാര്യം എന്താണ്? സെക്ഷൻ 2O ആണ് എന്ത്? നോൺ കോഗ്നിസിബിൾ ഒഫൻസ്. നോൺ കോഗ്നിസിബിൾ ഒഫൻസിനെ നിങ്ങൾ എങ്ങനെ പറയണം? നോൺ എന്ന് പറയണം. അപ്പൊ ആ Oക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു പറയാം. കാര്യം എന്താണ്? ഈ നോൺ കോഗ്നിസിബിൾ ഒഫൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നമ്മുടെ BNSSലെ സെക്ഷൻ ചോദിച്ചാൽ അത് ഏതാണെന്ന് പറയണം? സെക്ഷൻ 2O ആണെന്ന് പറയുക കേട്ടോ. സെക്ഷൻ 2O ആണെന്ത്? BNSSലെ നോൺ കോഗ്നിസിബിൾ ഒഫൻസുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 2O ആണ്. അപ്പൊ എന്താണ് നോൺ കോഗ്നിസിബിൾ എന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നാല് BNSSലെ കോഗ്നിസിബിളിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഏത് സെക്ഷൻ ആണ്? അത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? 2G ആണെന്നുണ്ടെങ്കിൽ അത് കോഗ്നിസിബിൾ ആണ്. പഠിച്ചു വെക്കണേ. 2G എന്താണ്? അത് കോഗ്നിസിബിൾ ആണ്. എന്നാൽ 2O എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നോൺ കോഗ്നിസിബിൾ ആണ്. ഇനി തെറ്റിക്കോ? 2G ആണെങ്കിൽ എന്താണ്? കോഗ്നിസിബിൾ ആണ്. 2O എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നോൺ കോഗ്നിസിബിൾ ആണ് അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നോൺ കോഗ്നിസിബിൾ കുറ്റം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോഗ്നിസിബിൾ അല്ലാത്ത ഏതൊരു കുറ്റത്തിനെയും നമ്മൾ എന്ത് പറയുന്നു? നോൺ കോഗ്നിസിബിൾ കുറ്റം എന്ന് പറയുന്നത്. എങ്ങനെയാണ്? കോഗ്നിസിബിൾ അല്ലാത്ത ഏതൊരു കുറ്റത്തിനെയും നമ്മൾ എന്താണ് പറയുന്നത്? നോൺ കോഗ്നിസിബിൾ കുറ്റം എന്നാണ് പറയുന്നത്. എന്നാല് ഈ പറയുന്ന കോഗ്നിസിബിൾ കുറ്റം അല്ലെങ്കിൽ നോൺ കോഗ്നിസിബിൾ കുറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? എന്താണ്? അതാണ് ഇതിൽ പറയുന്നത്. എന്താണ് നോൺ കോഗ്നിസിബിൾ അല്ലെങ്കിൽ കോഗ്നിസിബിൾ അല്ലാത്ത ഒരു കുറ്റം എന്ന് ചോദിച്ചാൽ എന്താണ്? അല്ലെങ്കിൽ ഒരു നോൺ കോഗ്നിസിബിൾ കുറ്റം എന്ന് ചോദിച്ചാൽ എന്താണ്? ഒരു കുറ്റകൃത്യം ചെയ്തയാളെ പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ
അത്തരം കുറ്റങ്ങൾ നമ്മൾ നോൺ കോഗ്നിസിബിൾ ഒഫൻസുകൾ എന്ന് പറയും. അപ്പൊ നോൺ കോഗ്നിസിബിൾ ഒഫൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന BNSSലെ സെക്ഷൻ ചോദിച്ചാൽ, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ ചോദിച്ചാൽ അത് 2O ആണെന്ന് പറയുക. എന്റെ കൂടെ പറയണം 2O ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ പറയുന്ന നോൺ കോഗ്നിസിബിൾ കുറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുറ്റകൃത്യം ചെയ്തയാളെ പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ, ദാറ്റ് മീൻസ് അവിടെ എന്താണ്, അവിടെ ഒരു അറസ്റ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോലീസിന് എന്ത് കാണിക്കണം? വാറണ്ട് കാണിക്കേണ്ടി വരും കേട്ടോ, വാറണ്ട് കാണിക്കണം. അപ്പോ നമുക്കറിയാം നോൺ കോഗ്നിസിബിൾ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോഗ്നിസിബിൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ വാറണ്ട് വേണോ? കോഗ്നിസിബിൾ ആണെങ്കിൽ അവിടെ വാറണ്ട് വേണോ വേണ്ടേ? അവിടെ വാറണ്ടിന്റെ ആവശ്യമില്ല. കാര്യം അതെന്താണ്? വലിയ കുറ്റകൃത്യമാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു, ഒരു കോഗ്നിസിബിൾ കുറ്റം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കൊലപാതകമോ കൊലപാതക ശ്രമം പോലുള്ള വലിയ കുറ്റകൃത്യമാണ് കോഗ്നിസിബിൾ കുറ്റം. ഈ കോഗ്നിസിബിൾ കുറ്റം നടത്തുന്നത് ആരുടെ ഫ്രണ്ടിൽ വെച്ചാണ്? ഇനിയിപ്പോ പോലീസിന്റെ ഫ്രണ്ടിൽ വെച്ച് ഒരു കോഗ്നിസിബിൾ കുറ്റം നടക്കുകയാണ്. ദാറ്റ് മീൻസ് പോലീസിന്റെ ഫ്രണ്ടിൽ വെച്ച് മറ്റൊരാളെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. അവിടെ പോലീസിന് വാറണ്ടിന്റെ ആവശ്യമുണ്ടോ? വാറണ്ടിന്റെ ആവശ്യമില്ല. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് എ വാട്ട് കേസ്? അത് എന്ത് കേസാണത്? അതൊരു കോഗ്നിസിബിൾ കുറ്റമാണ്. എന്നാൽ ഒരു ചെറിയൊരു കുറ്റകൃത്യം നടക്കുകയാണ് എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ തന്നെ പറയാം. ബസ്സിനകത്ത് പോകുമ്പോഴത്തേക്കും നമ്മുടെ പേഴ്സ് എന്ത് ചെയ്യാണ്? പേഴ്സ് ഇങ്ങനെ അടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. മോഷ്ടിക്കാൻ വേണ്ടി ഇങ്ങനെ പേഴ്സ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ വാക്ക് തർക്കം ഉണ്ടാക്കുമ്പോൾ ചുമ്മാ പിടിച്ചൊരു തള്ളുതള്ളയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? വെറുതെ തറയിൽ അങ്ങ് വീഴുന്നു. അത്രയ്ക്കേ നടക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ കുറ്റകൃത്യം ആണെന്നുണ്ടെങ്കിൽ അവിടെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ടിന്റെ ആവശ്യമുണ്ടോ? വാറണ്ട് വേണം. കാര്യം എന്താണ്? ചെറിയ കുറ്റമാണല്ലേ. അപ്പൊ ചെറിയ കുറ്റമാണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അവിടെ വാറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ സാധിക്കൂ. മക്കളെ ശ്രദ്ധിക്കുക, ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യുക. ഞാൻ ആ കാര്യം ഒന്നും കൂടി നിങ്ങൾക്ക് എഴുതി പറഞ്ഞുതരാം. അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഇത്രയും സ്ട്രെസ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ എന്തിനെ കുറിച്ചാണ്? കോഗ്നിസിബിളും നോൺ കോഗ്നിസിബിളും ആണെന്ന് പറഞ്ഞു അല്ലെ. ഇവിടെ കോഗ്നിസിബിൾ കുറ്റമാണെന്നുണ്ടെങ്കിൽ കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലെ. കോഗ്നിസിബിൾ കുറ്റത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന BNSS സെക്ഷൻ ഏതാണ്? അത് 2G ഏതാണ്? കോഗ്നിസിബിൾ കുറ്റമാണ്. എന്നാൽ നോൺ കോഗ്നിസിബിൾ ആണെങ്കിൽ അത് ഏത് സെക്ഷൻ ആണ്? അത് 2O ആണെങ്കിൽ നോൺ കോഗ്നിസിബിൾ ആണ്. ഒരു കോഗ്നിസിബിൾ കുറ്റം നടന്നാൽ അവിടെ പോലീസിന് വാറണ്ട് വേണോ? വാറണ്ട് വേണ്ടേ അറസ്റ്റ് ചെയ്യാനായിട്ട്? വാറണ്ടിന്റെ ആവശ്യമില്ല. കാരണം എന്താണ്? ഇതൊരു ഇന്റൻസിറ്റി കൂടിയ കുറ്റമായിരിക്കും അല്ലെ, കുറച്ചുകൂടി കാഠിന്യമുള്ള ക്രൂവലായിട്ടുള്ള കുറ്റമായിരിക്കും. എന്നാൽ ഒരു നോൺ കോഗ്നിസിബിൾ കുറ്റമാണെന്നുണ്ടെങ്കിൽ അവിടെ പോലീസിന് വാറണ്ട് വേണോ? വാറണ്ട് വേണ്ടേ? വാറണ്ട് വേണം. കാരണം എന്താണ്? അത് വലിയ കഠിനമായിട്ടുള്ള കുറ്റകൃത്യം ഒന്നും ആയിരിക്കത്തില്ല, കുറച്ച് ഇന്റൻസിറ്റി കുറഞ്ഞ കുറ്റമായിരിക്കും. അതുകൊണ്ട് അവിടെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? വാറണ്ട് വേണം. ചുമ്മാ അറസ്റ്റ് കൊണ്ട് പോകാനായിട്ട് കഴിയത്തില്ല. ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലേ എന്താണ് കോഗ്നിസിബിൾ എന്നും എന്താണ് നോൺ കോഗ്നിസിബിൾ എന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ കിട്ടിയല്ലോ അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് കോഗ്നിസിബിൾ അല്ലാത്ത കുറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ കിട്ടുന്നുണ്ടോ നോക്കിയേ. ഒരു കുറ്റകൃത്യം ചെയ്തയാളെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ അത്തരം കുറ്റകൃത്യങ്ങൾ എന്ത് ചെയ്യുന്നു? നോൺ കോഗ്നിസിബിൾ കുറ്റമെന്ന് നമ്മൾ പറയുന്നു. എന്നാൽ കോഗ്നിസിബിൾ കേസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് കോഗ്നിസിബിൾ അല്ലാത്ത കേസ് അല്ലെങ്കിൽ നോൺ കോഗ്നിസിബിൾ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു ഒരു കേസ് അല്ലെങ്കിൽ എന്താണ്? പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ലാത്ത കേസാണെങ്കിൽ അതിനെ കോഗ്നിസിബിൾ കേസ് എന്ന് പറയുന്നു. ഓക്കെ, സിമ്പിൾ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സാധനമാണ്. കോഗ്നിസിബിൾ കുറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? വാറണ്ട് ഇല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറ്റമാണെങ്കിൽ അതെന്താണ്? ഈ പറയുന്ന നോൺ കോഗ്നിസിബിൾ കുറ്റമാണ്. എന്നാൽ നോൺ കോഗ്നിസിബിൾ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ലാത്ത കേസാണെങ്കിൽ അതെന്താണ്? നോൺ കോഗ്നിസിബിൾ കേസാണ്. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മള് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞൊരു വാക്കാണ് വാറണ്ട് അല്ലെ. വാറണ്ട്. നമുക്ക് ഈ പറയുന്ന വാറണ്ടിനെ കുറിച്ച് എന്താണെന്ന് പഠിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്കിനി സിലബസില്, അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിലബസിൽ നമ്മൾ ഏതുവരെ കവർ ചെയ്തു? A പറഞ്ഞു, C പറഞ്ഞു, H പറഞ്ഞു, K പറഞ്ഞു. ഇപ്പൊ എല്ല് നമ്മൾ ഇന്ന് ആദ്യം പറഞ്ഞു ഇൻവെസ്റ്റിഗേഷൻ എന്താണെന്ന് പറഞ്ഞു. O നമ്മൾ പറഞ്ഞു എന്താണ് നോൺ കോഗ്നിസിബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് X എന്ന് പറഞ്ഞാൽ എന്താണ്? X എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സമൻസ് കേസ് ആണെന്ന് എക്സിനകത്ത് പറയുന്നത്. എന്താണ്? സമൻസ് കേസ്. നിങ്ങളിവിടെ നോക്കിയേ, സമൻസ് ടു അപ്പിയർ. എന്താണ് ഈ സമൻസ് ടു അപ്പിയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഒരു എക്സാമ്പിൾ, ഒരു ഉദാഹരണത്തിന് പറഞ്ഞാല്, ഞാൻ ഒരു കുറ്റകൃത്യം ചെയ്യുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ ഒരു കൂട്ടുകാരനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വഴക്കായി. ആ ഒരു ദേഷ്യത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ കൂട്ടുകാരനെ പിടിച്ചൊരു തള്ളുകൾ. ആ പാവപ്പെട്ട ചെക്ക എന്ത് ചെയ്യുന്നു? അടുത്ത ഒരു കല്ലിൽ ചെന്ന് അവന്റെ കൈ ഇടിച്ചിട്ട് കയ്യിൽ ചെറിയൊരു പൊട്ടൽ വന്നു. ആ ദേഷ്യത്തിൽ എന്ത് ചെയ്യുന്നു? എന്റെ കൂട്ടുകാരൻ ചെന്നിട്ട് പോലീസിൽ കേസ് കൊടുക്കുകയാണ്. അവൻ എന്നെ പിടിച്ചിങ്ങനെ തള്ളി എന്റെ കൈ ഒടിഞ്ഞു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നു. അപ്പോഴത്തേക്കും എനിക്ക് എന്താ അവന്റെ അടുത്തൊരു ദേഷ്യം ഇല്ലേ എന്നാലും. അപ്പൊ പോലീസ് ആദ്യം എന്ത് ചെയ്യും? എന്നെ
ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിലോട്ടോ കോടതിയിലോട്ടോ വിളിപ്പിക്കും. ഓക്കെ, അതിനെയാണ് സമൻസ് എന്ന് പറയുന്നത്. സമൻസ് എന്ന് പറഞ്ഞാൽ അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ വരിക, അതിന് വേണ്ടിയിട്ട് പോലീസ് ലീഗലായിട്ട് അയക്കുന്ന നോട്ടീസിനെ പറയുന്ന പേരാണ്, പോലീസോ കോടതിയോ ലീഗലായിട്ട് അയക്കുന്ന നോട്ടീസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സമൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സമൻസ് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ടത് 2Xനകത്ത് പ്രതിപാദിക്കുന്നത് സമൻസ് കേസുകളെ കുറിച്ചാണ്. അപ്പൊ ശ്രദ്ധിക്കുക, 2Xൽ പറയുന്ന എന്താണ്, സമൻസ് കേസ്, സമൻസ് കേസ്. അപ്പൊ സമൻസ് വരുമ്പോൾ തന്നെ ഒരുത്തിന്റെ കാര്യത്തിൽ തീരുമാനമാകും അല്ലെ. അപ്പൊ ഒരു വ്യക്തി ഇപ്പൊ ഒരാളാണ്, ഇവന്റെ മുകളിൽ ഞാൻ ഒരു എക്സ് അടിച്ചതിന്റെ അർത്ഥം എന്താണ്, അവന്റെ കേസിലെ കാര്യത്തില് തീരുമാനമായി തുടങ്ങി. അപ്പൊ സമൻസ് എന്ന് പറയുമ്പോൾ എന്താണ് സംഭവം, സമൻസ് കേസ് എന്നതിന്റെ നിർവചനത്തെ ഉൾക്കൊള്ളുന്ന വകുപ്പാണ് എന്ത്, 2X. അപ്പൊ എന്താണ് 2X അല്ലെങ്കിൽ എന്താണ് സമൻസ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തന്നു, ഓർമ്മയുണ്ടല്ലോ. എന്താണ്, ഒരു വ്യക്തിയെ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഹാജരാകാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, പോലീസോ കോടതിയോ അയക്കുന്ന നോട്ടീസിനെ പറയുന്ന പേരാണ് സമൻസ് എന്ന് പറഞ്ഞാല്. എന്നാൽ സമൻസ് കേസുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന BNSSലെ വകുപ്പാണ് എന്ത്, 2X എന്ന് പറഞ്ഞാൽ. അപ്പോ എന്താണ് സമൻസ് കേസ് എന്ന് പറഞ്ഞാൽ, വാറണ്ട് കേസ് അല്ലാത്തതും ഒരു കുറ്റത്തെ സംബന്ധിക്കുന്നതുമായ കേസിനെ പറയുന്ന പേരാണ് സമൻസ് കേസ്. എന്ന് വെച്ചാല് അവിടെ എന്തില്ല, വാറണ്ട് ആയിട്ടില്ല. ഓക്കെ, ശ്രദ്ധിക്കുക, വാറണ്ട് ആയിട്ടില്ല. ഇനിയിപ്പോ ഈ പറയുന്ന കോടതി അല്ലെങ്കിൽ പോലീസ് എന്തായാലും കോടതി നോട്ടീസ് അയക്കുകയാണ് ഒരു വ്യക്തി. ഇപ്പൊ എന്നെ കോടതിയിൽ ഹാജരാകാൻ വേണ്ടി കോടതി എന്ത് ചെയ്യുന്നു, ഒരു സമൻസ് അയക്കുന്നു, ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. വീണ്ടും ഒരു സമൻസ് അയക്കുന്നു, മൈൻഡ് ചെയ്യുന്നില്ല. മൂന്നാമത് ഒരു സമൻസ് അയക്കും, അതെന്തായിട്ടാണ് വരുന്നത്, വാറണ്ട് ആയിട്ടാണ് വരുന്നത്. എന്ന് വെച്ചാല് നമ്മളെ ഈ പറയുന്ന കോടതിയിൽ അപ്പിയർ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് കേസായിട്ട് മാറും, പിന്നെ വാറണ്ട് കേസായിട്ട് മാറും. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇത് SI നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ ഒക്കെ കാര്യം വരുമ്പോഴത്തേക്കും ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ അത് വിടുക. അപ്പൊ സമൻസ് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വാറണ്ട് അല്ലാത്ത ഏതൊരു കേസിനെയും പറയുന്ന പേരാണ് സമൻസ് കേസ്. എന്താണ്, വാറണ്ട് അല്ലാത്ത ഏതൊരു കേസും എന്താണ്, സമൻസ് കേസാണ്. അപ്പൊ എന്താണ് സമൻസ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ സമൻസ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അതെന്ത് പറഞ്ഞാൽ മതി, 2X ആണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ അല്ലേ. അപ്പോൾ സമൻസ് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്, അത് 2X ആണ് എന്ത് ചെയ്യുന്നത്, സമൻസ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 2X ആണ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ ഇത്രയും കാര്യം? ഇനി നമുക്ക് നോക്കാനുള്ള വകുപ്പ് എന്ന് പറയുന്നത് എന്താണ്, BNSSലെ 2Y. ഓക്കെ, 2Y എന്ന് പറഞ്ഞാൽ ഇരയാണ് കേട്ടോ. എന്താണ്, ഇര. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറയുന്ന ഇരയെ നമുക്ക് എങ്ങനെ എഴുതാം, ഇര എന്ന് മലയാളത്തിൽ ഇങ്ങനെയാണ് എഴുതുന്നത്. നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഇതിനെ ഇര എന്ന് പറയാം കേട്ടോ. എന്താണ്, ഇര, യാ അല്ലെ. അപ്പൊ ഇര എന്ന് പറയാം. അപ്പൊ ഇവിടെ യാ വെച്ച് നമുക്ക് എന്ത് കിട്ടും, Y കിട്ടും. ഓക്കെ, അങ്ങനെ ഓർത്തിരുന്നാലും മതി. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇര എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ ഞാൻ പറയാണ്, എന്റെ ഈ ഒരു ഇമേജ് നോക്കിയേ, ഈ പറയുന്ന പെൺകുട്ടിയെ എല്ലാവരും കൂടി കുറ്റപ്പെടുത്തുകയാണ്. യവൻ പറയാണ് ഇറ്റ് ഈസ് യു, ഇത് നീയാണ്, യു 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 എന്ന് പറഞ്ഞ എന്തെയാണ്, എല്ലാവരും വിക്ടിം ആയിട്ട് പറയാണ് അല്ലെ. സോ ഇവിടെ നമുക്കറിയാം യു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് ലെറ്റർ എന്താണ്, Y ആണ്. ഓക്കെ, അങ്ങനെ പഠിച്ചാലും മതി. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല, 2Yയിൽ പ്രതിപാദിക്കുന്ന എന്താണ് വിക്ടിം അല്ലെങ്കിൽ എന്താണ് കുറ്റത്തിന്റെ ഇര എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 2Y. എന്താണ്, BNSSലെ സെക്ഷൻ 2Y എന്ന് പറഞ്ഞാല് വിക്ടിം അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിന്റെ ഇരയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ആരാണ് ഇര അല്ലെങ്കിൽ എന്താണ് ഇര എന്ന് പറയുന്നതിനെ കുറിച്ചുള്ളതാണ് BNSSലെ 2Y. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ പറയുന്ന സെക്ഷനകത്ത് എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് എന്ന് ഞാൻ വായിച്ചു തരാം നിങ്ങൾക്ക്. പ്രതിയുടെ കൃത്യമോ, ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരു പ്രതിയുടെ കൃത്യമോ അല്ലെങ്കിൽ കൃത്യവിലോപമോ മൂലം നഷ്ടമോ ക്ഷതി എന്ന് പറഞ്ഞാൽ നാശം അല്ലെങ്കിൽ എന്താണ് ഡാമേജ്, ആ ഒരു രീതി, ആ ഒരു വേർഡ് മീനിങ് ആണ് ഇതിനകത്ത് വരുന്നത്. പ്രതിയുടെ ഏതെങ്കിലും ഒരു കൃത്യം മീൻസ് എന്താണ്, അവൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയോ, അല്ലെങ്കിൽ കൃത്യവിലോപം എന്ന് പറഞ്ഞാൽ എന്താണ്, അവൻ ചെയ്യേണ്ട ഒരു കാര്യം അവൻ ചെയ്തില്ല, അങ്ങനെ ഒരു കാര്യമോ, അല്ലെങ്കിൽ ഇതൊക്കെ കാരണം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു തരത്തിലുള്ള നഷ്ടമോ എന്തെങ്കിലും ഒരു തരത്തിലുള്ള നാശമോ ലോസോ ഒക്കെ അനുഭവിച്ചിട്ടുള്ള ആളാണ് എന്നർത്ഥമാക്കുന്നതും അത്തരം ഒരു ഇരയുടെ രക്ഷകർത്താവോ നിയമാനുസൃതമായിട്ടുള്ള അനന്തരാവകാശിയോ ഉൾപ്പെടുന്നതോ ആയിട്ടുള്ള ആളിനെ പറയുന്ന പേരാണ് ഇര. എന്ന് പറഞ്ഞാല് ആ ഒരു പ്രസ്തുത വ്യക്തിയെ മാത്രമല്ല, ആ ഒരു വ്യക്തിയുടെ രക്ഷകർത്താവിനെയും അതുപോലെ തന്നെ നിയമാനുസൃതമായിട്ടുള്ള അനന്തരാവകാശിയെയും ഒക്കെ നമുക്ക് എന്ത് പറയാം, വേണമെങ്കിൽ ഇര എന്ന് പ്രതിപാദിക്കാം. ഓക്കെ, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. അപ്പൊ ആരാണ് ഇര, പോട്ടെ, എന്തിനെ കുറിച്ചാണ്, ഏത് സെക്ഷനിലാണ് ഇരയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്, BNS ആണോ, അല്ല, BNSSലെ സെക്ഷൻ 2Yയിൽ പ്രതിപാദിക്കുന്നത് എന്താണ്, ആരാണ് ഇര അല്ലെങ്കിൽ എന്താണ് ഇര എന്ന് പറയുന്നത് 2Yയിലാണ്. അപ്പൊ ആരാണ് മക്കളെ ഇര എന്ന് പറഞ്ഞാല്,
ഒരു പ്രതിയുടെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി, ഒരു കൃത്യമോ അല്ലെങ്കിൽ ഒരു കൃത്യ വിലോപം എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തില്ല, അപ്പോൾ അത് കൃത്യവിലോപമായി. കൃത്യവിലോപമോ കാരണം ഏതെങ്കിലും ഒരു തരത്തിലുള്ള നഷ്ടമോ നാശമോ ക്ഷതിയോ ഒക്കെ അനുഭവിച്ചിട്ടുള്ള ആളായാലും ആ പ്രസ്തുത വ്യക്തിയുടെ രക്ഷകർത്താവോ നിയമാനുസൃതമായിട്ടുള്ള അനന്തരാവകാശിയോ ഒക്കെ ആണെങ്കിൽ എന്താണ്? നമ്മൾ അവരെയൊക്കെ ഇര എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാം, നമ്മളിപ്പോ ഇര എന്ന് പറയുമ്പോൾ പ്രോബബ്ലി നമ്മൾ കേട്ടിട്ടുള്ളത് റേപ്പ് വിക്ടിം എന്നാണല്ലേ, റേപ്പ് വിക്ടിം അല്ലെ, വിക്ടിം. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ പീഡിപ്പിക്കപ്പെട്ട എന്ന് പറയുമ്പോൾ ഇപ്പൊ പെൺകുട്ടിയെ മാത്രമല്ല ആൺകുട്ടികളെ എന്ത് ചെയ്യുന്നുണ്ട്? പീഡിപ്പിക്കുന്നുണ്ട് അല്ലെ. സോ നമുക്ക് ഇവിടെ ഒരു ബോയ് എടുക്കാം. ഓക്കെ, എപ്പോഴും നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബോയ് എടുക്കാം. ഓക്കെ, അപ്പോ ഈ ഇതിപ്പോ ഒരു ബോയ് ആണെന്ന് നോക്കിയാൽ, അപ്പൊ ഈ പറയുന്ന പീഡിപ്പിക്കപ്പെട്ട ഒരു ആൺകുട്ടിയും, ഈ ആൺകുട്ടി മാത്രമാണോ ഇര എന്ന് പറയുന്നത്? അല്ല, ഈ ആൺകുട്ടിയുടെ പാരന്റ് അല്ലേ, ഈ ആൺകുട്ടിയുടെ പാരന്റ്. നമുക്ക് ഇപ്പൊ ആൺകുട്ടിയുടെ അച്ഛനെ എടുക്കാം. ഓക്കെ, ആൺകുട്ടിയുടെ അച്ഛനും അതുപോലെ തന്നെ ആൺകുട്ടിയുടെ അമ്മയും ഒക്കെ നമുക്ക് എന്ത് പറയാം? ഇര എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞത്, ഈ പറയുന്ന ഏതെങ്കിലും ഒരു രീതിയിലുള്ള നാശം അനുഭവിച്ച ഒരു വ്യക്തിയുടെ നിയമാനുസൃതമായിട്ടുള്ള പാരന്റ്സോ അല്ലെങ്കിൽ അനന്തരാവകാശികളോ ഒക്കെ എന്ത് ചെയ്യാം? ഈ പറയുന്ന ഇര എന്ന് പറയുന്ന കോൺസെപ്റ്റിനകത്ത് ഉൾപ്പെടുമെന്നാണ് നമ്മുടെ BNSSലെ സെക്ഷൻ 2Y പ്രതിപാദിക്കുന്നത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് അത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ്. ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്നൊരു റെസ്പോൺസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ കമന്റ്സ് അനുസരിച്ചായിരിക്കും ബാക്കിയുള്ള ക്ലാസ്സുകൾ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പോയിന്റുകൾ എന്തൊക്കെയാണ്? ഇന്ന് പറഞ്ഞ പോയിന്റുകൾ, ആദ്യം പറഞ്ഞത് എന്താണ് 2I, എന്താണ് ഇൻവെസ്റ്റിഗേഷൻ, അല്ലെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയുന്നു? അന്വേഷണം എന്ന് പറയുന്നത് അല്ലെ. എന്താണ് അന്വേഷണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ 2O എന്ന് പറഞ്ഞു. എന്താണ് 2O എന്ന് പറഞ്ഞാൽ? നോൺ കോഗ്നിസിബിൾ ആണ്. നോൺ കോഗ്നിസിബിൾ കുറ്റമാണെങ്കിൽ 2O ആണ്. അതിനുശേഷം 2X എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു സമൻസ് കേസുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് 2X. അതിനുശേഷം 2Y നമ്മൾ പറഞ്ഞു എന്താണ്? ആരാണ് ഒരു വിക്ടിം, ആരാണ് ഒരു ഇര എന്ന് പറഞ്ഞാൽ 2Y ആണ്. ഇനി നമുക്ക് നോക്കേണ്ടതാണ് 2Z എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വരുന്ന എന്താണ്? വാറണ്ട് കേസാണ്. ഇത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കാം. നമുക്കറിയാം, ഒരു അറസ്റ്റ് നടക്കുമ്പോൾ അതിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടമാണ് എന്ത്? വാറണ്ട് അല്ലെ. ഒരു ആൽഫബറ്റിലെ A to Z ഏറ്റവും അവസാനത്തെ ലെറ്റർ എന്താണ്? Z ആണ്. ഒരു അറസ്റ്റ് നടക്കുമ്പോൾ അതിന്റെ ഏറ്റവും അവസാനത്തെ പ്രക്രിയ എന്താണ്? അവനെ വാറണ്ട് അല്ലെങ്കിൽ അവന് വാറണ്ട് കൊടുക്കുക, അവനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാറണ്ട് കൊടുക്കുക. സോ ഈ വാറണ്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന BNSSലെ വകുപ്പ് ചോദിച്ചാൽ അത് BNSSലെ സെക്ഷൻ 2Z അല്ലെങ്കിൽ 2Z ആണെന്ന് മനസ്സിലാക്കിയേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് BNSSലെ 2Z. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കേസ് ഉണ്ടായാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസിന്റെ കാരണത്താൽ ഒരു പ്രസ്തുത വ്യക്തിയെ ഏറ്റവും അവസാനത്തെ പ്രക്രിയ എന്ന് പറയുന്നത് എന്താണ്? അവനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാറണ്ട് പുറപ്പെടുവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വാറണ്ട് കേസ് എന്നതിന്റെ നിർവചനത്തെ ഉൾക്കൊള്ളുന്ന വകുപ്പ് ചോദിച്ചാൽ അത് BNSSലെ 2Z അല്ലെങ്കിൽ 2Z ആണെന്ന് മനസ്സിലാക്കിയേക്കുക. എന്താണ് ഈ പറയുന്ന വാറണ്ട് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വധശിക്ഷയോ, ശ്രദ്ധിക്കാം മക്കളെ, വധശിക്ഷയോ ജീവപര്യന്തമോ 2 വർഷത്തിൽ, ഈ നമ്പരൊക്കെ ശ്രദ്ധിച്ചോണേ, 2 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷയോ ലഭിക്കാവുന്ന ഒരു കുറ്റത്തെ സംബന്ധിച്ച കേസാണെങ്കിൽ അത് വാറണ്ട് കേസാണ്. കൃത്യമായി മനസ്സിലാക്കുക. ഒന്നിൽ ആ ശിക്ഷയ്ക്ക് എന്ത് കിട്ടണം? വധശിക്ഷ കിട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ അവന് ജീവപര്യന്തം കിട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ ആ കേസിന് ആ ശിക്ഷയുടെ ഭാഗമായിട്ട് 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ളതായിട്ടുള്ള കേസുകൾക്കാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അവനെതിരെ വാറണ്ട് പുറപ്പെടുവിക്കത്തുള്ളൂ. അല്ലാതെ ചെറിയ ചെറിയ പെറ്റി കേസുകളൊക്കെ ഉണ്ടല്ലോ. പെറ്റി കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ കേസ്. പെറ്റി മീൻസ് ആ ഒരു വാക്കിന്റെ അർത്ഥം ചെറിയ കേസ് എന്നുള്ളതാണ്. അല്ലാതെ പെറ്റി കേസുകൾക്കൊന്നും എന്ത് കൊടുക്കത്തില്ല? വാറണ്ട് ഒന്നും കൊടുക്കത്തില്ല. അത് എങ്ങനെയുള്ള കേസുകളായിരിക്കണം? ഒന്നിൽ വധശിക്ഷയ്ക്ക് അല്ലെങ്കിൽ ഒരു കൊലപാതകം നടത്തി, അപ്പൊ അവനെന്ത് കിട്ടാം? വാറണ്ട് പുറപ്പെടുവിക്കുക അല്ലെ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വധശിക്ഷയ്ക്ക് ചാൻസ് ഉള്ളതോ, ഒരു ജീവപര്യന്തത്തിന് ചാൻസ് ഉള്ളതോ, ഒരു 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാൻ സാധ്യത ഉള്ളതായിട്ടുള്ള കുറ്റകൃത്യമാണെന്നുണ്ടെങ്കിൽ ആ കുറ്റകൃത്യത്തിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? വാറണ്ട് പുറപ്പെടുവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ വാറണ്ട് കേസുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന BNSSലെ വകുപ്പ് ചോദിച്ചാൽ അത് നമ്മൾ എന്ത് പറയും? 2Z ആണെന്ന് പറയും അല്ലെ. 2Z ആണെന്ന് പറയും. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇനി എന്താണെന്നുള്ള കാര്യത്തിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ നമ്മൾ ഇത്രയും സെക്ഷൻസ് ആണെന്ന് പറഞ്ഞത് ഒന്നും കൂടി വളരെ ബ്രീഫാക്കി ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ്? BNSSലെ 2L എന്ന് പറഞ്ഞാൽ എന്താണ്? 2L? ഇൻവെസ്റ്റിഗേഷൻ അല്ലെ. ഒരു കേസിന്റെ ആദ്യഘട്ടമാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നു. ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ്
12 അല്ലെ. ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് പോലീസ് മാത്രമാണോ? സ്റ്റേറ്റ്മെന്റ് ആണ്. പോലീസ് മാത്രമേ അന്വേഷണം നടത്തുകയുള്ളൂ, അല്ലെങ്കിൽ അന്വേഷണം നടത്താനുള്ള അധികാരം പോലീസിന് മാത്രമേ ഉള്ളൂ. സ്റ്റേറ്റ്മെന്റ് 1. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, അന്വേഷണം നടത്താനുള്ള അധികാരം പോലീസിന് മാത്രമല്ല, കോടതി അപ്പോയിന്റ് ചെയ്യുന്ന, കോടതി വിധിക്കുന്ന മറ്റൊരു വ്യക്തിക്കും അന്വേഷണം നടത്താനായി കഴിയും. സ്റ്റേറ്റ്മെന്റ് 2. സ്റ്റേറ്റ്മെന്റ് 3, അന്വേഷണം നടത്തുന്നത് കോടതി നേരിട്ടാണ്. ഈ പറയുന്ന 3 സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണ് ശരിയെന്ന് പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് 1 ആണല്ലേ. കാര്യം എന്താണ്? അല്ല, സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണോ? പോലീസിന് മാത്രമാണോ അന്വേഷണം നടത്താനായിട്ട് കഴിയുക? തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എന്ത് പറഞ്ഞു? പോലീസിനും കോടതി അപ്പോയിന്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്കും അന്വേഷണം നടത്താനായി കഴിയും. ആ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? ശരിയാണ് അല്ലെ. കോടതി നേരിട്ടാണോ അന്വേഷണം നടത്തുന്നത്? അല്ല, കോടതി പറയുന്ന പോലീസ് മുഖേനയോ അല്ലെങ്കിൽ കോടതി അപ്പോയിന്റ് ചെയ്യുന്ന മറ്റൊരു വ്യക്തിയാലോ എന്താണ് ചെയ്യുന്നത്? അന്വേഷണം നടത്തുന്നു. സോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോ ഞാൻ പറഞ്ഞു, അന്വേഷണം നടത്തുന്ന ആരൊക്കെയാണ്? ഒന്നില് പോലീസ് അന്വേഷണം നടത്തും, അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് അധികാരപ്പെടുത്തുന്ന ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാൻ കഴിയും? അന്വേഷണം നടത്താനുള്ള അധികാരമുണ്ട്. ക്ലിയർ അല്ലേ കൂട്ടാ? ഓക്കെ അല്ലേ? 2 ഞാൻ പറഞ്ഞു, എന്താണ് നോൺ കോഗ്നിസബിൾ കുറ്റം? ഞാൻ പറഞ്ഞു, നോൺ കോഗ്നിസബിൾ കുറ്റത്തിന്റെ പ്രത്യേകത എന്താണ്? പോലീസിന് ചുമ്മാ ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അവിടെ പോലീസിന് ഇങ്ങനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ അത് എന്ത് കുറ്റമായിരിക്കണം? അത് കോഗ്നിസബിൾ കുറ്റമായിരിക്കണം. നോൺ കോഗ്നിസബിൾ ആണെന്നുണ്ടെങ്കിൽ പോലീസിന് എന്ത് വേണം? വാറണ്ട് വേണം. വാറണ്ട് ഉണ്ടെങ്കിൽ മാത്രം അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ കേസ് എടുക്കാൻ പറ്റുന്ന കുറ്റമാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് നോൺ കോഗ്നിസബിൾ കുറ്റം. ഓക്കെ അല്ലേ? അപ്പോ വാറണ്ട് വേണ്ട എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരെന്താണ്? അതിനെ കോഗ്നിസബിൾ കുറ്റം എന്നാണ് പറയുന്നത്. അത് ഇന്റൻസിറ്റി കൂടിയ കുറ്റമായിരിക്കും. എന്നാൽ അല്ലെങ്കിൽ വാറണ്ടോട് കൂടി മാത്രം അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന കുറ്റമാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് നോൺ കോഗ്നിസബിൾ. ആ കുറ്റത്തിന്റെ ഇന്റൻസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറഞ്ഞ എന്താണ് സമൻസ് കേസ്? എന്താണ്? ഒരു വാറണ്ട് ഇല്ലാത്ത ഏതൊരു കേസിനെയും നമ്മൾ സമൻസ് കേസ് എന്നാണ് പറയുന്നത്. സമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രസ്തുത വ്യക്തിയെ പ്രസ്തുത സമയത്തിൽ പ്രസ്തുത സ്ഥലത്ത് കോടതിയോ പോലീസോ ഹാജരാകാൻ പറയുന്ന കേസിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള നോട്ടീസിന് പറയുന്ന പേരാണ് എന്ത്? വാറണ്ട് എന്ന് പറഞ്ഞാല്. അല്ലെങ്കിൽ സമൻസ് എന്ന് പറഞ്ഞാല്. ഈ സമൻസ് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് അറിയാമോ? സമൻസ് കൊടുക്കേണ്ടത് ഇപ്പൊ എനിക്കെതിരെയാണ് സമൻസ് വരുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ എനിക്ക് നേരിട്ട് പോലീസ് സമൻസ് തരണം, അല്ലാന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ കൊടുത്തിട്ടുള്ള, വീട്ടിൽ ഞാനില്ല, അപ്പൊ എന്റെ വീട്ടിലെ മുതിർന്ന പൗരനാരാണോ പ്രസ്തുത വ്യക്തിക്ക് കൊടുത്ത് ഒപ്പിട്ട് വാങ്ങിക്കണം. അങ്ങനെയാണ് സമൻസ് കൊടുക്കേണ്ടത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, ഞാൻ പറഞ്ഞുതരാം. പോട്ടെ. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? 2Y. 2Y എന്ന് പറഞ്ഞാൽ എന്താണ്? Y for ഇര അല്ലെ. ഒരു കുറ്റത്തിന്റെ വ്യക്തിയും, ഒരു കുറ്റത്തിന്റെ ആ ഒരു പ്രസ്തുത കുറ്റകൃത്യം അനുഭവിക്കുന്ന ഒരു വ്യക്തി മാത്രമാണോ ഇര? അല്ല. ആ ഒരു പ്രസ്തുത വ്യക്തിയുടെ രക്ഷകർത്താവോ നിയമാനുസൃതമായിട്ടുള്ള അനന്തരാവകാശികളോ എല്ലാം എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ഇരയായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ പറഞ്ഞു എന്താണ് വാറണ്ട് കേസ്? എന്താണ് വാറണ്ട് കേസ്? വാറണ്ടോടുകൂടി മാത്രം അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കേസുകൾ വാറണ്ട് കേസ് എന്ന് പറയുന്നു. പ്രസ്തുത വാറണ്ട് കേസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിന് ആ ഒരു വ്യക്തിക്ക് വധശിക്ഷയോ ജീവപര്യന്തമോ അല്ലാന്നുണ്ടെങ്കിൽ 2 വർഷത്തിന് മുകളിൽ ശിക്ഷ ലഭിക്കാൻ കഴിയുന്ന കുറ്റകൃത്യമാണെങ്കിൽ അതിനെയാണ് വാറണ്ട് കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ, നമ്മുടെ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കാനും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അനുസരിച്ചാണ് ബാക്കി ക്ലാസ്സുകൾ വരിക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും, മനസ്സിലാവുന്നുണ്ടോ എങ്ങനെയാണ് ക്ലാസ്സുകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. കൂടാതെ നമ്മുടെ ഫോഴ്സ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. ലാസ്റ്റ് ബാച്ച് ആണ് ഇപ്പോൾ റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഡ്മിഷൻസ് എത്രയും വേഗം തന്നെ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പറയുന്ന CPO ബാച്ച് ഇപ്പോൾ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എത്രയും വേഗം ജോയിൻ ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.